ജെനി, മമ്മ. അത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ ജെനി, ഇത് എന്ത് കോലായത്? നിനക്കിവിടെ തിന്നാനും കുടിക്കാനൊന്നും ഒന്നുമില്ലായിരുന്നു. എന്റെ മമ്മ, ഇതൊക്കെ ബോഡി ഷേമിംഗ് ആണേ, ഒന്ന് പോയേടി. അത് ശരി, പക്ഷേ എന്റെ ആനക്കൊച്ച് കുറച്ചുകൂടി ചെറുപ്പമായതുപോലെ തോന്നുന്നു. അതെ അതെ, 19 വയസ്സായില്ലേ, അതാകും. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാനങ്ങോട്ട്. പെട്ടെന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. അല്ല, ഇച്ച ഇതവിടെ പോവാ? ഓഫീസിലേക്ക്. സ്വാഭാവികം. ഇനിയിപ്പോ പോകണ്ടേച്ചാ പ്ലീസ്. പറ്റില്ല മോളെ, ന്യൂ പ്രോജക്റ്റ് സൈൻ ചെയ്തേക്കുക. പിന്നെ നീ വരുന്നുണ്ടായിരുന്നു, ഉച്ചക്കത്തേക്ക് ലീവ് പറഞ്ഞു. അതെ അതെ, അവിടുത്തെ സിയേക്കാളും വലിയ ആളല്ലേ അവൻ. പോട്ടെ, തടയാൻ നിൽക്കണ്ട. ഇനി തടഞ്ഞാലും അവൻ നിൽക്കില്ല. ഓ, എല്ലാം അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കോ. ഓടുന്നു. കൂടുതൽ താളം ചവിട്ടാതെ പോകാൻ നോക്കടാ, ഇല്ല എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. നിനക്കിപ്പോ ചിരിയൊക്കെ വരും, പക്ഷെ നാളെ തൊട്ട് മമ്മിയുടെ കച്ചേരിയേക്കാൻ നീയും റെഡിയായിരുന്നു. നീ പോകുന്നുണ്ടോ ഇല്ലയോ? ഓ, ഞാൻ പോണു. നിന്റെ റൂമെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നീ ഫ്രഷപ്പ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കെടുത്ത് വെക്കാം. ഓക്കെ എന്റെ ആനിക്കൊച്ചേ. ഹലോ പപ്പ. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? അതെ എന്റെ പൊന്നുമമ്മ, ഫുഡെങ്കിൽ ഫുഡ് അത് സാറാമ്മച്ചിയുടെയാണ്. എന്ത് വെച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതന്നെയാണ് എന്റെ പപ്പയും പറയുന്നത്. ആ പറഞ്ഞത് ഒരു തുണി കൊടുക്കാത്ത സത്യ. സാറാമ്മച്ചിയുടെ താറാവ് കറി എന്റെ മമ്മ, അത് മാത്രം മതി എനിക്ക്. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? ആ ഏലക്കയുടെ ഒരു മണം, അമ്മോ, ഓർക്കുമ്പോ തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നു. ആയിക്കോട്ടെ. ഏയ്, നീ എന്താ കരയ? ജെനി, നീ ഇത്ര കരയാൻ വേണ്ടിട്ടിപ്പം എന്താ ഉണ്ടായേ? പെട്ടെന്ന് അമ്മച്ചിയെ പറ്റി ആലോചിച്ചു മമ്മി. എല്ലാ ഞായറാഴ്ചകളിലും അമ്മച്ചിയോടൊപ്പം പള്ളിയിൽ പോകുന്നത്, രാത്രികളിൽ ആ നെഞ്ചിലെ ചൂടേറ്റുറങ്ങുന്നത്, ഇണക്കങ്ങളും പിണക്കങ്ങളും കളിച്ചിരികളും മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ വീട്ടിൽ പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായപ്പോ ഞാൻ ശരിക്കും തനിച്ചായ പോലെ തോന്നി. മോളെ ജെനി, അത്രയ്ക്ക് ഞാൻ മിസ് ചെയ്ത് തുടങ്ങി സാറാമ്മച്ചി. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞു. അത് മനസ്സിലായതുകൊണ്ടല്ലേ അടി നിന്നെ ഞങ്ങള് തിരികെ വിളിച്ചത്. സാരല്ല മോളെ, മമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലേ. നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഒരിക്കലും അമ്മച്ചിക്ക് സഹിക്കുകയല്ല. അതുകൊണ്ട് നീ കരച്ചിലൊന്ന് നിർത്തും. ഐ ആം ഓക്കെ മമ്മ, ഐ ആം ഓക്കെ. ജിരിമോളെ, നീ വന്നോ? സുഖല്ലേടി പെണ്ണേ നിനക്ക്? ആണെന്നേ. ദേവുനോ? സുഖമായിട്ടിരിക്കുന്നു. എത്ര വർഷമായി നീ ഇവിടെ നിന്ന് പോയിട്ട്? ഒരു 6-7 വർഷം, അത്രയല്ലേ ഉള്ളൂ. അത് ശരി, എന്ത് നിസ്സാരാട്ടാ നീ അത് പറയുന്നേ? എപ്പോഴെങ്കിലും ഇവിടേക്ക് വരാൻ തോന്നിയല്ലോ നിനക്ക്? അല്ല, ഡോക്ടർ ഇവിടെ. അതൊരു സർജറി ഉണ്ടെന്നും പറഞ്ഞ് പോയതാ. 2 ദിവസമായി. ചിലപ്പോ ഇന്ന് വരുമായിരിക്കും. എങ്കിൽ ഒരു മാറ്റമില്ല അല്ലേ ദേവു? അതേന്നേ, അങ്ങാരി ഈ ജന്മത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു.
ഞങ്ങളുടെ രണ്ടുപേരെയും കാര്യം അവിടെ നിൽക്കട്ടെ. നീ നിന്റെ ശിവയെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. അത് ഞാൻ ചോദിക്കാനായിട്ട് വരുമായിരുന്നു. ശിവ എവിടെ? അവൻ നിർമ്മല കോളേജിലല്ലേ പഠിക്കുന്നത്. അവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ സ്റ്റേ ഒക്കെ. വീക്കെൻഡിൽ മാത്രമേ ഇങ്ങോട്ട് വരൂ. നിങ്ങളിവിടെ ഇരിക്കേ, ഞാൻ ദാ വരുന്നു. ദേ ഇതങ്ങോട്ട് കുടിച്ചേ, നിനക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ. പാൽപായസം. താങ്ക് യു സോ മച്ച് ദേവു. ദേവുവിന് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതെങ്ങനെയാ മറക്കാൻ പറ്റുന്നേ? നീ ഇവിടെ ഉള്ളപ്പോ നീയും ജീത്തും കൂടി പാൽപായസം ഉണ്ടാക്കി താ എന്നും പറഞ്ഞ് എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആനി, നിനക്കറിയാലോ ജിത്തുവിന് പൊതുവെ പായസത്തിനോടൊന്നും വലിയ കമ്പമില്ലാത്തതാ. ഇവൾക്ക് ഇഷ്ടമാണെന്നുള്ള ഒറ്റ കാരണത്തിലാ അവനത് കഴിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇവളുടെ വാലായിരുന്നല്ലോ അവൻ. രണ്ടും കൂടി എന്തുമാത്രം കുരുത്തക്കേടുകളാ അന്നൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നത്. അതെ രണ്ടും കൂടി ദിവസം എന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടാകും. ഇവിടെ നടി കിട്ടാറാവുമ്പോ അങ്ങോട്ടേക്ക് ഒറ്റ ഓട്ടമല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് എത്രയൊക്കെ കിട്ടിയാലും രണ്ടിനും ഒരു കൂസലും ഇല്ലായിരുന്നു. ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കുക ജിനി? അത് ചൂടാറുന്നതിന് മുമ്പേ അങ്ങോട്ട് കുടിച്ചേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുമോ ദേവു? സമയം ഇത്ര ആയില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാ പോരെ? നീ നോക്ക്, അവളിപ്പോ ഉറങ്ങി വീഴും. അതേ ദേവു, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു. ഒന്ന് പോയി കിടക്കട്ടെ. എങ്കിൽ പിന്നെ മോള് പോയി കിടന്നു. ആനി, നീ ഇങ്ങ് വന്നേ. കുറച്ച് പായസം ചെറിക്കും കൂടെ കൊണ്ടുപോകും. എങ്കിൽ പിന്നെ മമ്മ മേടിച്ചിട്ട് വാ, ഞാൻ വീട്ടിലേക്ക് പോവാം. നീ പൊക്കോ എന്നോ. നീ വന്നോ? പൊട്ട, നിന്റെ ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? ഇവനെന്താ ചെവി കേൾക്കാൻ പാടില്ലേ? എടാ പൊട്ട, നിന്റെ ഫോൺ അടിക്കുന്നെന്ന്. എങ്കിൽ ഞങ്ങള് ഇറങ്ങാ ദേവു. അവക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നും. മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ടില്ലേ? അതെ യാത്രയുടെ ആകും. എങ്കിൽ പിന്നെ ഞാനും ഇറങ്ങുമോ ദേവു? നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? അല്ല, ആരാ വിളിച്ചത്? പൊട്ട, ആരാ വിളിച്ചതെന്ന്? എന്താ? നീ ഇത് ഏത് ലോകത്താ? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഇല്ല, മമ്മി എന്താ പറഞ്ഞേ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വയ്യേ? ഏയ്, ഒന്നുമില്ല. എന്തേലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല മമ്മി, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ആരാ നിന്നെ വിളിച്ചേ? അത് മെക്കാനിക്കാ.
എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്, അടുത്ത ആഴ്ചക്ക് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞതാ. ഓ, അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ നിനക്ക് പായസം എടുക്കട്ടെ? ഉം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ജനിമോക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഞാൻ കരുതി നീ ഇന്ന് വരില്ലായിരിക്കുമെന്ന്. ജെനി എപ്പോ വന്നു? അവൾ ഉച്ചയ്ക്ക് വന്നു. നിനക്കൊന്ന് സംസാരിക്കാൻ പറ്റിയില്ലല്ലേ? ആ. അവൾക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്, അതാ പെട്ടെന്ന് പോയത്. സാരമില്ല, ഇനി അവള് ഇവിടെ തന്നെ കാണും. അതേടാ, അവളിനി ഇവിടെ തന്നെ കാണും. ഇവിടെ അടുത്തൊരു കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. അവിടേക്ക് പോയിട്ടിപ്പോ 6-7 വർഷമായില്ലേ. ഇപ്പോഴെങ്കിലും അവൾക്ക് വരാൻ തോന്നിയല്ലോ. ജനിമോക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ലല്ലേ? കാണാൻ കുറച്ചും കൂടി സുന്ദരിയായിട്ടുണ്ട്. പിന്നെ 10-18 വയസ്സാകാൻ പോകുന്നില്ലേ, അതിൻ്റെതായിട്ടുള്ള അടക്കവും ഒതുക്കമൊക്കെ ഉണ്ട് അല്ലേ? അല്ല, ഞാനിപ്പോ ഇത് ആരോടാ പറയുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇത് എന്താലോചിച്ചോണ്ടിരിക്കുക? എന്താലോചിക്കാൻ? ഒന്നുമില്ല. അത് നിന്റെ മുഖത്ത് കാണാനും ഉണ്ട്. പോ മമ്മി അവിടുന്ന്. ഞാനെന്നാ പോയിരുന്നു ഫ്രഷ് ആവട്ടെ. അതേലും നടക്കട്ടെ. പപ്പയോ? ഇതപ്പോ വന്നു? കുറച്ചു നേരമായി. നീ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതാ ഇങ്ങോട്ട് പോന്നെ. നീ എന്താടാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഉറങ്ങുന്നില്ലേ? അത് പിന്നെ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുമായിരുന്നു. ഈ രാത്രിയോ? അതെ, അതിന് ഈ രാത്രി പകല് അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഓ, അങ്ങനെ. ജനിമോള് വന്നിട്ടുണ്ടല്ലേ? ആ, വന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞു ഇനിയിപ്പോ നാളെ കാണാം. ആ, നിനക്കെന്തു പറ്റി? വയ്യേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നിന്നെ തണുപ്പുള്ളാതെ പോയി കിടക്കാൻ നോക്ക്. ആ, ശരി പപ്പ. എന്നാ ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ് പപ്പ. പിന്നെ കൂടുതലങ്ങ് ആസ്വദിക്കാൻ നിൽക്കേണ്ട കേട്ടോ. എന്ത്? അല്ല, ഈ പ്രകൃതി ഭംഗി. നീയുറങ്ങുമോളമെന്നും ഞാനുറങ്ങിയില്ലല്ലോ. നീ ഉണർന്നു